ആർഎസ്എസ്സുകാരൻ എതിർക്കുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധിയെ ജലീൽ എതിർത്തത്. ഒരു ബിജെപിയുടെ ഒരു ശബ്ദം ഈ സഭയിൽ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി. എങ്ങോട്ടാ ജലീൽ പോകുന്നത്? കമ്മ്യൂണിസ്റ്റ് അല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. സർ, കേരളത്തിൽ ഇന്ത്യയിൽ ഇന്നലെ ലോക്സഭയിൽ ഉണ്ടായ പ്രസംഗം ഇന്ത്യയിലെ ജനകോടികളുടെ മനസ്സിൽ ഉണ്ടാക്കിയ ആശ്വാസവും ആ ഒരു കുറെ കാലം ആശങ്കയോടുകൂടി നിന്നിരുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ആവേശം എത്ര വലുതാണ് സർ. അത് നിങ്ങൾ ഇടതുപക്ഷം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ തെറ്റ് തിരുത്തുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ. നിങ്ങൾ ഇനിയും രാഹുൽ ഗാന്ധി ഇങ്ങനെ എതിർത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും? ഇവിടെ മുൻനിരയിലിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പറയട്ടെ, ഈ ജലീലിന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമായി.